എന്നാൽ നമ്മൾ മുസ്ലിമായി കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കക്ഷികളുണ്ട് ഇസ്ലാമിൽ. അവരെല്ലാം പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഖുറാനും ഹദീസും ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്ന ഉയർന്ന ഒരു സംശയമാണ്, ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ, ആരെയാണ് നമ്മൾ ഈ വിഷയത്തിൽ പിന്തുടരേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഇല്ലേ? അതെ, ഈ ഒരു വിഷയത്തിൽ നമുക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൗലവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പൊതുവെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഒരു സംശയമാണ്, എല്ലാവരും ആയത്തുകൾ ഓതുന്നു, എല്ലാവരും ഹദീസുകൾ പറയുന്നു, കിതാബും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ടും വ്യത്യസ്ത ആശയങ്ങൾ പലരും ആയത്തും ഹദീസും ഓതി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിൽ നിന്ന് ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ കഴിയുക? വിശിഷ്യ സാധാരണക്കാരായ ആളുകൾ, വിദ്യാർത്ഥികളായവർ, അവർക്കൊക്കെ ഇത് എങ്ങനെ കഴിയും എന്ന ഒരു ആശങ്ക പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്. അത്തരം ഒരു ഭാഗം തന്നെയാണ് ഇവിടെയും ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഇവിടെയാണ് മൻഹജുസ് സലഫ്, സച്ചരിതരായ മുൻഗാമികളുടെ രീതിശാസ്ത്രം എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന ഒരു മൻഹജിൻ്റെ പ്രസക്തി. ഒരു വചനം ഒരാൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. പറയുന്ന എല്ലാ വ്യാഖ്യാനവും ശരിയാകണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. എങ്കിൽ ശരിയായ വ്യാഖ്യാനം എന്ത്? അതിനുള്ള ഏറ്റവും നല്ല പരിഹാരമാർഗം ഖുർആനിൻ്റെ പ്രഥമ പ്രബോധിതർ അവർ എങ്ങനെയാണ് ഇത്തരം വചനങ്ങളെ മനസ്സിലാക്കിയത് എന്നന്വേഷിക്കുക. അവർ അത് എപ്രകാരം പ്രാവർത്തികമാക്കി, അതാണല്ലോ ശരി. ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിസ്കാരം, മുസ്ലിം സമുദായത്തിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിലപാടുകൾ ഇന്ന് നിലവിലുണ്ട്. അഹ്ലുസുന്ന പൊതുവെ സ്വീകരിക്കുന്നു 5 വക്ത് നിസ്കാരം ഫർളാണ്. തെളിവെന്താണ്? ഖുർആനും ഹദീസുമാണ്. ചില കക്ഷികൾ പറയുന്നു നിസ്കാരം 3 വക്തേ ഉള്ളൂ, 5 വക്തില്ല. അവർക്ക് തെളിവെന്താണ്? ഖുർആനിലെ ആയത്തുകളാണ്. മറ്റു ചിലർ പറയുന്നു നിസ്കാരം എന്നാൽ കേവലം ദൈവസ്മരണ മാത്രമാണ്, അല്ലാതെ ഇങ്ങനെ ഒരു വുളൂ ചെയ്യുക, ഖിബ്ലക്ക് മുന്നിടുക, റുക്കൂഉം സുജൂദും ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രവൃത്തിയൊന്നുമില്ല, ദൈവസ്മരണ മതി. തെളിവെന്താണ്? ഖുർആനാണ്. ചില ത്വരീഖത്തുകാർ പറയുന്നു നിസ്കാരം 5 വക്തുണ്ട്, പക്ഷെ അത് എല്ലാവർക്കുമില്ല. കുറേ കാലം നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് റബ്ബിന് ഇഷ്ടദാസന്മാരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കാരമൊന്നും ആവശ്യമില്ല. അവർ ജദ്ബിൻ്റെ ഹാല് എന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നാണ്. തെളിവെന്താണ്? ഖുർആനിലെ ആയത്താണ് ഓതുന്നത്. ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം, അതേപോലെ നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും ഒക്കെ നമുക്കിത് കാണാൻ കഴിയും. അപ്പം നിസ്കാരം 5 വക്താണ് എന്ന് എങ്ങനെ ഖുർആനും ഹദീസും കൊണ്ട് നമ്മൾ തെളിയിക്കും? കാരണം ഇവരൊക്കെ ഖുർആൻ ഓതിയിട്ടാണല്ലോ പറഞ്ഞത്. അവിടെയാണ് ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ അത് സ്വീകരിച്ചവർ എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തും കേട്ടവരാണ് നബിയും സ്വഹാബത്തും. ആ നബിയും സ്വഹാബത്തും നിസ്കരിച്ചത് 3 വക്താണോ എങ്കിൽ അതാണ് ശരി. 5 വക്താണോ എങ്കിൽ അതാണ് ശരി. നിസ്കരിച്ചിട്ടേ ഇല്ലേ എങ്കിൽ അതാണ് ശരി. കുറച്ചു കാലം നിസ്കരിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാ എനിക്ക് അള്ളാഹുവിലേക്കുള്ള അടുപ്പം പൂർത്തിയായി, എനിക്ക് നിസ്കാരമില്ല, നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതാണ് ശരി. പ്രഥമ സംബോധിതർ എങ്ങനെ മനസ്സിലാക്കി, അതാണ് പ്രധാനം. ഒരു കഥ പറയാറുണ്ട്. സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് കുട്ടി വീട്ടിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു വാപ്പയോട് അധ്യാപകൻ പട്ടിക കൊണ്ടടിച്ചു തന്നു. അധ്യാപകൻ പട്ടിക കൊണ്ടടിച്ചു. അപ്പം കേട്ടപ്പോൾ വാപ്പാക്കും ദേഷ്യപ്പെട്ടു. എന്താ ഇപ്പോൾ ചെറിയ മക്കളൊക്കെ പട്ടിക കൊണ്ടടിക്കുകയോ, ഇത് ഭയങ്കര അക്രമമായി പോയല്ലോ. വാപ്പ വിചാരിച്ചത് സാധാരണ വീടിന് ഓട് കൊളുത്ത ഉപയോഗിക്കുന്ന പട്ടികയുണ്ട്, മരത്തിൻ്റെ പട്ടിക, അതാണ് വിചാരിച്ചത്. ഈ വാപ്പ ദേഷ്യപ്പെട്ട് സ്കൂളിലേക്ക് ഓടി. സ്കൂളിൽ അവിടെ എത്തുമ്പോൾ ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തേ എന്ന് വെച്ചപ്പോൾ എൻ്റെ മോനെ പട്ടിക കൊണ്ട് അടിച്ചു, അത് ചോദിക്കാൻ പോവുകയാണ്. അപ്പം മറ്റു മക്കൾ പറഞ്ഞു ഉപ്പ അത് നിങ്ങൾ വിചാരിച്ച പട്ടികയല്ല, ഹാജർ പട്ടികയാണ്. അപ്പം പട്ടിക എന്ന വാക്ക്
ഏത് സ്ഥാനത്ത് ഉപയോഗിച്ചുവെന്ന് കണ്ടവർക്ക് ബോധ്യമുണ്ട്, അവർക്ക് പ്രശ്നമായി തോന്നിയില്ല. അത് പിന്നീട് ഉദ്ധരിക്കപ്പെട്ടു പോന്നപ്പോൾ അവർ മനസ്സിലാക്കി അർത്ഥത്തിലല്ലാതെ മനസ്സിലാക്കി, അപ്പോൾ അതിന് ആക്ഷേപങ്ങൾ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അഖിമിസ്ലാത്തിലിരിക്കരി, എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി സ്വലാത്ത് നിലനിർത്തുക. ഇപ്പം ചില മനുഷ്യർ പറയാം ദൈവസ്മരണയാണ് സ്വലാത്ത്, വേറെ സ്വലാത്തൊന്നുമില്ല, വേറെ നിസ്കാരമൊന്നുമില്ല. ഈ ആയത്ത് കേട്ട, അത് അവതരിച്ച് കിട്ടിയ അതിൻ്റെ പ്രഥമ സംബോധിതർ ഈ ആയത്തിന് മനസ്സിലാക്കുന്നതാണ് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ. ആ സ്മരണയോട് കൂടിയാണ് നിസ്കരിക്കേണ്ടതാണ്. അല്ല നിസ്കാരം എന്നാൽ ഈ സ്മരണ മതി എന്നല്ല. അപ്പം അവർ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാം. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അഹ്ലുസുന്ന അംഗീകരിക്കുന്നു. തെളിവെന്താണ്? ഖുർആനിലെ ധാരാളം ആയത്തുകൾ. അള്ളാഹു അല്ലാത്തോടും തേടാം എന്ന് വേറെ ചില ആളുകൾ പറയുന്നു. അവർക്ക് തെളിവെന്താണ്? ഖുർആൻ ആയത്തുകൾ. ഇതേ മാനദണ്ഡം വെക്കാം. ആ ആയത്ത് കിട്ടിയതിനു ശേഷം ഏതെങ്കിലും സ്വഹാബി അള്ളാഹു അല്ലാത്തോട് തേടിയോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസം വന്നപ്പോൾ റബ്ബല്ലാത്തവരിലേക്ക് അവർ പിന്നെ പ്രാർത്ഥനാ കാര്യങ്ങളുമായി പോയോ? ഇല്ല. അപ്പം ഈ ആയത്ത് അവർ പ്രാവർത്തികമാക്കിയില്ലേ? ആക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായില്ല? ഈ ആയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് അള്ളാഹു അല്ലാത്തോട് തേടണമെന്നല്ല. ഏതും അങ്ങനെയാണ്. അതാണ് മൻഹജു സലഫ്, മുൻഗാമികളുടെ രീതിശാസ്ത്രം. മുൻഗാമികൾ എന്നാൽ ഈ ഉമ്മത്തിലെ മുൻഗാമികൾ, അത് നമ്മുടെ നേരെ മുൻഗാമി എന്നുള്ളതല്ല. സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ അഥവാ സ്വഹാബിമാർ, താബിഉകൾ, തബഉ താബിഉകൾ. നബിതങ്ങൾ പറഞ്ഞ 3 തലമുറ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലമുറ 3 എണ്ണമാണെന്ന് പറഞ്ഞ ആ 3 തലമുറ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ 3 തലമുറകൾ എങ്ങനെയാണോ പ്രമാണങ്ങളെ സ്വീകരിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും പാലിക്കുകയും ചെയ്തത്, ആ നിലയ്ക്ക് പാലിക്കുമ്പോൾ അതാണ് ഏറ്റവും ശരിയായ നിലപാട്. അതല്ലാതെ 500 കൊല്ലം, 1000 കൊല്ലം, 1400 കൊല്ലം ഇപ്പുറത്തേക്ക് ഓരോരുത്തർ വന്ന് ആയത്തൊലി സ്വന്തമായ അർത്ഥം വെച്ചിട്ടൊരു ആശയം സ്ഥാപിക്കപ്പെടുമ്പോൾ അത് തെറ്റായ ആശയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതു രംഗത്ത് നമുക്കിത് കാണാം. മാത്രമേ പിഴച്ച കക്ഷികൾ, ഷിയാക്കളും ഖവാരിജുകളും മുതലുള്ള പിഴച്ച കക്ഷികളെല്ലാം ഖുർആനിക വചനങ്ങളെ അവർ തെറ്റായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബിനെതിരെ അന്ന് ഖവാരിജ് രംഗത്തിറങ്ങിയിട്ട് അവർ ആയത്തോതി ഇനി ഹുക്മു ഇല്ലാതില്ല, അള്ളാഹുവിനല്ലാതെ വിധി പറയാൻ അവകാശമില്ല എന്ന ആയത്തുമായി വന്നപ്പോൾ അലി ബിൻ അബി ത്വാലിബ് അന്ന് പറഞ്ഞ പ്രഖ്യാപനമുണ്ട്, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ വാക്ക് സത്യമാണ്, അവരുടെ ഉദ്ദേശം ബാത്തിലാണ്. അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. ഓതുന്ന ആയത്ത് സത്യമാണ്, ഇവരുടെ ഉദ്ദേശങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് പൂർവികർ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ എങ്ങനെ ഗ്രഹിച്ചുവോ അങ്ങനെ ഗ്രഹിച്ചാൽ തെറ്റുപറ്റാതെ അബദ്ധങ്ങളില്ലാതെ ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീൻ സ്പേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ. നന്മ നിറഞ്ഞ സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കാനായി ഇപ്പോൾ തന്നെ ടീൻ സ്പേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. في ظلمة الليل البهيم الأليل